ഇന്ന് ഗിംബലിൻ്റെ മാർക്കറ്റിൽ നല്ലൊരു രീതിയിലുള്ളൊരു പ്ലെയറാണ് ഫ്യൂടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്കോർപ്പ് ഗിംബലുകൾ. മാർക്കറ്റിൽ നന്നായി മൂവ്മെൻറ്റ് ചെയ്യുന്ന സാധനമാണ്. കാരണം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടും ചെയ്യും. മാത്രമല്ല ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ ഇൻബിൽട്ട് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ സർവീസും നല്ലതായതുകൊണ്ട് തന്നെ ഫ്യൂടെക് ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു പ്ലെയർ തന്നെയാണ്. ഫ്യൂടെക്കിൻ്റെ ഓരോ ടൈപ്പ് ഗിംബലുകളും ഓരോ മാസം 2 മാസം കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഗിംബലാണ് അവരുടെ സ്കോർപ്പ് C2 എന്ന് പറഞ്ഞൊരു ഗിംബൽ, സ്കോർപ്പ് C2. ഇതിൻ്റെ ഫോട്ടോ ഒക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ശരിക്കും ഒരു പ്രൊഫഷണൽ വെയിറ്റ് കൂടിയ ക്യാമറകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇറക്കുന്നത്. നോർമലി നമ്മൾ DSLR ക്യാമറയ്ക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ പുറത്ത് നമ്മൾ വെയിറ്റ് കൂടിയ ക്യാമറകൾ, നമ്മളെ ഒരു DSLR ക്യാമറ എന്ന് പറഞ്ഞാൽ DSLR ക്യാമറ മേ ബി ഒരു 24-70 ലെൻസൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ബ്ലോക്ക് ലെൻസ് ആണെങ്കിലും അത്ര വെയിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ലെൻസുകളൊക്കെ വരുമ്പോൾ നമുക്ക് നോർമലി ഉള്ള വെയിറ്റ് ഒരു 2 കിലോൻ്റെ ഉള്ളിലുള്ള ഗിംബലുകൾ മതിയോ. സ്കോർപ്പ് C2 വന്നിട്ടുള്ളത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ക്യാമറകളും ലെൻസുകളൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഞാൻ വെച്ചിട്ടുള്ള നിക്കോൺ Z6II അതിൻ്റെ 24-70 ലെൻസും ആണെങ്കിലും 3.5 കിലോ പേലോഡ് വരെ ഇതെടുക്കും. 3.5 കിലോ, അതായത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഒരു സിനിമക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയും അതിന് കൂടെ വെക്കുന്ന ഒരു ലെൻസും ആക്സറീസും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ C2 എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് പറ്റും. സ്കോർപ്പ് C മുമ്പ് ഇറങ്ങിയിരുന്നു, ഇപ്പോൾ സ്കോർപ്പ് C2 ആണ്. ഒരുപാട് ആക്സസറീസും ഒരുപാട് ഈസി ആയിട്ടുള്ള ഹാൻഡ്ലിങ്ങിനുള്ള പറ്റിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത്. സിനിമാറ്റിക്കായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ മെനുവിലൊന്നും പോകാതെ പുറത്ത് തന്നെ ഒരുപാട് ബട്ടൺസ് സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അതിൻ്റെ പുറത്ത് സ്കോർപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, തേളിൻ്റെ പോലെ വാലുള്ളവനാണ്. അപ്പോൾ അതേ ഈ ഒരു ഹാൻഡിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിത് വെച്ചിട്ട് നമ്മുടെ ഒരു കൊഡാക്കിൻ്റെ ഒരു ഓണം ആഡ് ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് കുറേ യൂസ് ചെയ്തു. പല രീതിയിൽ ഞങ്ങളത് യൂസ് ചെയ്ത് നോക്കി. അപ്പോഴൊക്കെ നമുക്ക് ആ മോർണിംഗ് ടു ഈവനിങ് ഷൂട്ടൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റിയ ഈ ഒരു ഹാൻഡിലൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് പല രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്തിരുന്നു ഈ ഹാൻഡിൽ. അതുപോലെ തന്നെ നമുക്ക് താഴേക്കുള്ള ഷോട്ടുകളൊക്കെ പോവുകയാണെങ്കിലൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു ഹാൻഡിൽ വരുന്നത്. ഈ ഒരു ഹാൻഡിൽ തന്നെയാണ് ഇതിൻ്റെ ഷേപ്പിലുള്ള ഒരു ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മേ ബി ആളുകൾക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം. അതുപോലെ ഇതിൻ്റെ കൺട്രോൾസൊക്കെ വരുന്നത് ഇവിടെ താഴെയല്ല, സ്ക്രീനും കൺട്രോൾസൊക്കെ വരുന്നത് നമുക്ക് ഈ ഹാൻഡിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. ഈ പുതിയ ഒരു എന്താ പറയുക ജോയ്സ്റ്റിക്കും അതിൻ്റെ ഗ്രിപ്പൊക്കെ, കാരണം ജോയ്സ്റ്റിക്ക് നമ്മൾ കയ്യിൽ നിന്ന് മിസ്സാവാതെ ഈസി ആയിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള സെറ്റിങ്സൊക്കെ ചെയ്യാനുള്ള ജോയ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് പുതിയ ഗ്രിപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ പുതിയ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിനിമാറ്റിക് ആയിട്ടുള്ള റോളിംഗ് മോഡിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മേലേക്ക് നമുക്ക് എന്താ പറയുക സാധാരണ വെർട്ടിക്കൽ മോഡ് എന്നൊക്കെ പറഞ്ഞ മോഡിലേക്ക് പോകും. അത് കഴിഞ്ഞ് റൈറ്റിലേക്കാണ് നിങ്ങൾക്ക് സ്പിൻ ചെയ്യണമെങ്കിൽ റൈറ്റിലെ ബട്ടൺ ഒരു പ്രാവശ്യം നെക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്പിന്നിങ് തുടങ്ങും. കേട്ടോ, ഇതിൽ വീണ്ടും ബട്ടൺ നെക്കി കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അപ്പോൾ നമുക്ക് സ്പീഡ് വളരെ പല തരത്തിലുള്ള സ്പീഡുകൾ നമുക്ക് ഇതിന് മുകളിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലെഫ്റ്റിലേക്കാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റിലെ ബട്ടൺ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് വരും. അതിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഒരു മെനുവിലും പോകാതെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഷൂട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് ഒരു സാധനം വരുന്നത്. ബട്ടൺ നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലായിട്ടുള്ള മോഡിലേക്ക് നമുക്ക് വന്നിട്ട് ഷൂട്ട് തുടരുകയും ചെയ്യാം. അതുപോലെ ഏത് മോഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീന് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് FPV മോഡിലാണ് യൂസ് ചെയ്യുന്നത്. FPV മോഡുണ്ട്. അതുപോലെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നോർമലി പാൻ ഫോളോ, അതുപോലെ പാൻ ടിൽറ്റ് ഫോളോ എന്ന് പറഞ്ഞ മോഡുകൾ വരുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ സൈഡിലുള്ള F2 ബട്ടൺ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ FFW എന്ന് പറഞ്ഞൊരു മോഡിലേക്ക് എത്തും. അത് വളരെ പെട്ടെന്നായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് FFW എന്ന് പറഞ്ഞ ബട്ടൺ. അത് വീണ്ടും 2 പ്രാവശ്യം പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മെനു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് എത്താനും പറ്റും. ആ രീതിയിലാണ് ഇത് വരുന്നത്. മെനു മാത്രമല്ല, നമുക്ക് നമ്മുടെ ഇതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയാൻ ഇവിടെ ചെറിയൊരു LED ലൈറ്റുകൾ പല കളറിലായിട്ട് കത്തുന്നുണ്ട്. ഏത് മോഡലാണ്, എത്ര ബാറ്ററി ഉണ്ട്, ബാറ്ററി കഴിയാനായോ, ചാർജിലാണോ, ഇവിടെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലൈറ്റും കൂടെ അത് വരുന്നതെന്നുണ്ടെങ്കിൽ വലിയൊരു കാര്യമാണ്. അതുപോലെ കൺട്രോൾസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സ്ക്രീനും സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാർട്ടർ സ്ക്രൂ സൈഡിൽ വരുന്നുണ്ട്. പവർ ബട്ടൺ വരുന്നത് ഈ സൈഡിലാണ്. ഇവിടെ തന്നെ FPV മോഡ് നമ്മൾ മെനുവിൽ പോയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് FPV മോഡ്ക്ക് പോകേണ്ടത് നമുക്ക് പലപ്പോഴും ഷൂട്ടിൽ ആവശ്യം വരും. അതിന് വേണ്ടിയിട്ട് ഇവിടെ FPV ബട്ടൺ വരുന്നുണ്ട്. FPV ബട്ടൺ നെക്കി കൊടുത്താൽ FPVക്ക് നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ പോയിട്ട് വിട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് വീണ്ടും നമ്മളെ സാധാരണ മോഡിലേക്ക് വരാൻ പറ്റുന്ന രീതിയിലാണ് മോഡ് ബട്ടണൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ രസകരമായ രീതിയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ബാറ്ററി ആണെങ്കിൽ നമുക്ക് 3 മണിക്കൂറിൽ 18 വാട്ട്സിൽ പവർഫുള്ളായിട്ട് 3 മണിക്കൂറിൽ ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ 14 മണിക്കൂർ കണ്ടിന്യൂസ് യൂസ് ചെയ്യാനുള്ള ബാറ്ററി ഉണ്ടാവും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ബാറ്ററികളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ നമുക്ക് മാജിക് നോബ് എന്നാണ് പറയുന്നത്, ഇലക്ട്രിക് മാജിക് നോബ് എന്ന് പറഞ്ഞ ബട്ടൺ. പല തരത്തിലും നമുക്ക് ടിൽറ്റിങ്ങും സാധനങ്ങളൊക്കെ നമുക്ക് വേറെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ സൈഡിലൊരു മോഡ് ബട്ടൺ ഉണ്ട്. നെക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് മാറ്റിയിട്ട് ടിൽറ്റ് വേണോ, റോളിംഗ് വേണോ, പാനിങ് വേണോ എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കൺട്രോൾ ചെയ്തിട്ട് പാനിങ്ങും സാധനങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് മൈന്യൂട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയൊരു സാധനം
നല്ല മൈന്യൂട്ടായിട്ടുള്ള നല്ല സിനിമാറ്റിക് ഷൂട്ടൊക്കെ എടുക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഈ ബട്ടൺ തന്നെ നമ്മൾ ഒന്നും കൂടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മോഡിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഫോക്കസ് മോട്ടറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫോക്കസ് മോട്ടറിൻ്റെ കൺട്രോളായിട്ട് ഇത് മാറും. അപ്പോൾ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇതിമേ തന്നെ വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സ്കോർപ്പ് C2 എന്ന് പറഞ്ഞ സാധനം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യങ്ങൾക്ക് പോകുകയാണെങ്കിൽ മറ്റ് സ്കോർപ്പിനെ പോലെ തന്നെ ഇവിടെ നമുക്കൊരു ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു മോഡ്യൂൾ AI ട്രാക്കിംഗ് മോഡ്യൂൾ ഇൻബിൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് മറ്റിനേക്കാളും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല 18 മീറ്റർ ദൂരെയുള്ള ഒരാളെ പോലും സുഖമായിട്ട് ഫാസ്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ, നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ടൊക്കെയാണ് നിങ്ങൾ പോയിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18 മീറ്റർ വരെ നിങ്ങൾ ചെയ്യുന്ന കരാട്ടയോ കുങ്ഫുവോ അല്ലെങ്കിൽ കുക്കിംഗ് ക്ലാസ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ട്രാക്ക് ചെയ്യാൻ ഇതിന് പറ്റും. വളരെ ഈസി ആയിട്ട് തന്നെ ട്രാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കും. ഈ സൈഡിലൊരു F1 ബട്ടൺ ഉണ്ട്. 1 2 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫ്രണ്ടിലൊരു ലൈറ്റ് കത്തിനെ കാണാൻ പറ്റും. ഈ ലൈറ്റ് ഓണായി. ഈ ലൈറ്റ് ചുവപ്പ് കളറിലാണ് ഈ ലൈറ്റ് ഓൺ ആയിട്ടുള്ളത്. ചുവപ്പ് കളറിൽ ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ ട്രാക്കിങ്ങിന് റെഡിയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടാണ് ട്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്ററുകളുണ്ട്. ട്രാക്കിങ്ങും റെക്കോർഡിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്ററുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം നിങ്ങൾ വേറൊരാളെയാണ് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലെ ബട്ടൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയാണോ വേണ്ട, ഇപ്പോൾ ഹുനൈസ് മുന്നിൽ ഷൂട്ട് ചെയ്യുന്ന ഹുനൈസിനെ ട്രാക്ക് ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ എങ്ങനെ പിടിച്ച് കഴിഞ്ഞാലും കണ്ടോ ട്രാക്കിംഗ് കറക്റ്റായിട്ട് ഹുനൈസിനെ ചെയ്യും. അപ്പോൾ നമ്മൾ ഒരാളെ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ ട്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. അതൊന്നും കൂടെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ട്രാക്കിംഗ് നോർമൽ ഗതിക്ക് പോകും. അതായത് ട്രാക്കിംഗ് ഓഫ് ആവുകയും ചെയ്യും. ഇനി ട്രാക്കിംഗ് മുഴുവനായിട്ട് ഓഫ് ആണെങ്കിൽ 3 പ്രാവശ്യം നമ്മൾ F ബട്ടൺ നിൽക്കിയാൽ മതി. അല്ല നമുക്കിനി സ്വന്തമായിട്ടൊരു വ്ളോഗിങ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരാളാണെങ്കിൽ നമുക്കിങ്ങനെ വെച്ചു. ഞാനിപ്പോൾ ഇവിടെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എന്നെയാണ് ട്രാക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കയ്യിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഇപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനി എനിക്ക് കഴിയുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നോർമലി ഒന്നും ആവില്ല. കാരണം നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും പല കമ്പനിയുടെ സാധനങ്ങൾ നമുക്കത് ഓഫ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് ഇങ്ങനെ തന്നെയാണ് കാണിച്ചു കൊടുത്താൽ ഓഫ് ആവുള്ളൂ. കണ്ടോ ഓഫായും ചെയ്തു. അതുപോലെ നമുക്ക് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് നമുക്ക് ഫ്രെയിമിൽ ഇങ്ങനെയല്ല വേണ്ടത്, റീഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ റീഫ്രെയിമിന് വേണ്ടിയിട്ട് ബട്ടൺ അടയാളം കാണിച്ചു കൊടുത്ത് നമ്മൾ ഇരുന്ന് വിട്ട് കഴിഞ്ഞാൽ അത് റീഫ്രെയിമിലേക്ക് വരും ചെയ്യും. അപ്പോൾ റീഫ്രെയിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ AIൻ്റെ ട്രാക്കിംഗ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 18 കിലോമീറ്റർ ദൂരം നിന്ന് കിട്ടുന്നത് മാത്രമല്ല അതിൻ്റെ ട്രാക്കിംഗ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മില്ലി സെക്കൻഡാണ്. 0.003 സെക്കൻഡ് മാത്രമാണ് നമ്മൾ ട്രാക്കിങ്ങിന് ലാഗ് ഉണ്ടാവുള്ളൂ. വളരെ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുള്ളത് വേറൊരു ഗുണമാണ്. പിന്നെ നമ്മളിത് ക്യാമറയായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലുള്ള റെക്കോർഡ് ബട്ടൺ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെയാണ് നമുക്ക് കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വെച്ചിട്ട് നമുക്കിത് കണക്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗിംബലും കൂടിയാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് ഫ്യൂടെക്കിൻ്റെ ഈ സ്കോർപ്പ് 2 എന്ന് പറഞ്ഞ സാധനം. പിന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ ഗിംബലൊക്കെ ഉപയോഗിക്കണമെന്നെങ്കിലും ഒരു പെട്ടെന്ന് നമുക്കൊരു വെർട്ടിക്കൽ മോഡിലേക്ക് പോകണമെങ്കിൽ നമുക്കിത് നിർത്തി ഊരിയിട്ട് ബാലൻസ് ചെയ്തിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ F1 ബട്ടൺ തന്നെ 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ മോഡിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനും വേണ്ട, വെർട്ടിക്കൽ മോഡിൽ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെർട്ടിക്കൽ മോഡിലേക്ക് പോകും. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 2 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഹൊറിസോണ്ടൽ മോഡിലേക്ക് വരാൻ പറ്റും. അതായത് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ഒരു കാര്യമായിട്ടുള്ളൊരു സാധനം എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിന്നെ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വെർട്ടിക്കലിലേക്ക് പോകണമെങ്കിൽ വെർട്ടിലേക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ ബട്ടൺ മാത്രം ഉപയോഗിച്ചാൽ മതി. ക്യാമറ ഊരിയെടുക്കുകയോ ബാലൻസ് ചെയ്യുകയൊന്നും വേണ്ട. ഇനി അഥവാ നിങ്ങൾക്ക് വെർട്ടിക്കൽ മോഡിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. ക്യാമറ ഊരി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ മോഡിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ബാലൻസിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ സാധനം കണ്ട ഇവിടെയൊക്കെ ബാലൻസിങ്ങിനൊക്കെ നോബ് വന്നിട്ടുണ്ട്. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള നമ്മളെ ടിൽറ്റ് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോബ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാം. അതുപോലെ ലോക്കുകളൊക്കെ പുതിയ രീതിയിലുള്ള ലോക്കുകളാണ്. വളരെ ഈസി ആയിട്ട് കൊണ്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ലോക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെവി ആയിട്ടുള്ള ഒരു ഷൂട്ടറാണെങ്കിൽ ഹെവി സാധനങ്ങളൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഫ്യൂടെക്കിൻ്റെ സ്കോർപ്പ് C2 എന്ന് പറഞ്ഞ ഈ ഒരു ഗിംബൽ. പ്രൈസ് എനിക്ക് കറക്റ്റായിട്ടുള്ള പ്രൈസ് അറിയില്ല. കാരണം കമ്പനി ഇതിനെക്കുറിച്ച് നോക്കാനും റിവ്യൂ ചെയ്യാനൊക്കെ വേണ്ടി അയച്ചാൽ കറക്റ്റായിട്ടുള്ള പ്രൈസ് അറിയില്ല. നിങ്ങൾ അടുത്തുള്ള ഷോപ്പിലോ ഒക്കെ കയറി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂടെക് സ്കോർപ്പ് C2 ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഗിംബലാണ്. സോ നിങ്ങൾ പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ കൊച്ചിയിൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. താഴെ കൊടുത്തുള്ള നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഗിംബൽ ഉപയോഗിക്കുന്നതും ഡ്രോണൊക്കെ പഠിക്കാൻ പറ്റും. ഓഫ്ലൈനും ഓൺലൈനും ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ആൾ.